രണ്ട് രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരോ നേതാക്കന്മാരോ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും സമ്മാനങ്ങൾ കൈമാറുക പതിവാണ്. ഒരു രാജ്യത്തിൻ്റെ പൈതൃകത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അമൂല്യമായ കരവിരുതുകൾ വിളിച്ചോതുന്ന സമ്മാനങ്ങളായിരിക്കും രാഷ്ട്ര നേതാക്കൾ തമ്മിൽ, പ്രധാനമന്ത്രിമാർ തമ്മിൽ, പ്രസിഡന്റുമാർ തമ്മിലൊക്കെയുള്ള കൂടിക്കാഴ്ചയിൽ കൈമാറുക. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനെത്തിയപ്പോൾ നൽകിയ സമ്മാനമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ആ സമ്മാനം മറ്റൊന്നുമല്ല, സ്വർണം കൊണ്ടുള്ള ഒരു പേജർ, കൂടാതെ ഒരു സാധാരണ പേജറും. ഡൊണാൾഡ് ട്രംപിന് എന്തിനാണ് സ്വർണം കൊണ്ടുള്ള പേജർ അല്ലെങ്കിൽ ഒരു സാധാരണ പേജർ? 1990കളിൽ മാത്രം കണ്ടുവന്ന മൊബൈൽ ഫോൺ വ്യാപകമാകുന്നതിന് മുൻപ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണല്ലോ പേജർ. ആ പേജറിന് ഈ ആധുനിക കാലത്ത്, അതും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശനത്തിന് എന്ത് പ്രാധാന്യം? അവിടെയാണ് ഈ പേജർ സ്വീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറുപടി പ്രസക്തമാകുന്നത്. ബിബി, അത് മഹത്തായ ഒരു ഓപ്പറേഷനായിരുന്നു. സ്നേഹപൂർവ്വം ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്യുന്നതാണ് ബിബി എന്ന ഓമന പേരിൽ. അതൊരു മഹത്തായ ഓപ്പറേഷനായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ 2024 സെപ്റ്റംബറിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും സങ്കീർണവും ഏറ്റവും തന്ത്രപരവുമായ ആക്രമണത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്, ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വർണ്ണ പേജർ ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് കൈമാറിയത്. അതിന് അദ്ദേഹത്തിൻ്റെ ആശംസയാണ് അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഒരു വിചിത്രമായ സമ്മാനം ലഭിച്ചതിൻ്റെ ആശ്ചര്യവും ആ സമ്മാനത്തിൻ്റെ ഏറ്റവും കാലികമായ പ്രസക്തിയും വിളിച്ചോതുന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ അതിനോടുള്ള മറുപടിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ എഴുതുന്നു. ലോകം ചർച്ച ചെയ്യുന്നത്, അക്ഷരാർത്ഥത്തിൽ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ സ്വർണ്ണ പേജറിനെ കുറിച്ചായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഗാസയിലേക്ക് ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തുമ്പോഴാണ് ഹമാസിൻ്റെ കൂട്ടാളികളായ ഹിസ്ബുള്ള തെക്കൻ ലെബനനിൽ നിന്ന് നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ചത്. അത് ഒന്ന് രണ്ടുമല്ല, 100 കണക്കിന് റോക്കറ്റുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലെ സാധാരണ ജനതയായിരുന്നു അവർ ലക്ഷ്യം വച്ചിരുന്നത്. ആ ആക്രമണത്തിന് ലക്ഷ്യമെന്നത് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ പിന്തിരിയുക എന്നുള്ളതായിരുന്നു. പലതവണ ഒറ്റപ്പെട്ട പ്രത്യാക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ ഹിസ്ബുള്ളയെ തിരിച്ചടിച്ചു. എന്നാൽ അതൊന്നും തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഒടുവിലാണ് ഏറ്റവും ശക്തമായ യുദ്ധം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആരംഭിച്ചത്. എന്നാൽ ഹിസ്ബുള്ളയെ നേരിട്ട് കടന്നാക്രമിക്കുകയായിരുന്നില്ല ഇസ്രായേൽ ചെയ്തത്. മറിച്ച് മൊസാദിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രപരമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ആദ്യം മാനസികമായി ഹിസ്ബുള്ളയെ തളർത്തുക, പരിഭ്രാന്തരാക്കുക, ഭയപ്പെടുത്തുക. അതിന് ചെയ്ത വലിയ തന്ത്രമാണ് ഈ പേജർ സ്ഫോടനം. ആ പേജർ സ്ഫോടനത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ഓപ്പറേഷൻ്റെ പരിസമാപനമായിരുന്നു ആ പേജർ സ്ഫോടനത്തിലൂടെ നടന്നത്. അതായത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള തൻ്റെ സേനാംഗങ്ങൾക്ക്, തൻ്റെ ഏജന്റുമാർക്കൊരു നിർദ്ദേശം നൽകുന്നു. നിങ്ങളാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി പിന്തുടർന്നുകൊണ്ട് അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കണ്ടെത്താനും മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ ചാരന്മാർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ ഫോൺ പൂർണ്ണമായും ഹിസ്ബുള്ള ഏജന്റുമാർ ഒഴിവാക്കുക. മൊബൈൽ ഫോണിന് പകരം മറ്റെന്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ചർച്ചയിലാണ് പേജറിൻ്റെ സാധ്യതകൾ ഹിസ്ബുള്ളയുടെ മുന്നിലെത്തുന്നത്. ഉടൻ തന്നെ വൻതോതിൽ ഉള്ള പേജർ പർച്ചേസ് ചെയ്യാനുള്ള, വാങ്ങാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ഇടനിലക്കാരെന്ന വ്യാജേന മൊസാദിൻ്റെ ചാരന്മാർ ഹിസ്ബുള്ളയെ സമീപിക്കുന്നത്. ജപ്പാനിലും ചൈനയിലുമുള്ള പല കമ്പനികളുമായും ഹിസ്ബുള്ള ചർച്ച നടത്തിയെങ്കിലും നേരിട്ട് അവർക്കത് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മൊസാദിൻ്റെ ഏജന്റുമാർ മുഖാന്തരം അവർ ചില കമ്പനികളുമായി ഈ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ഒടുവിൽ വൻതോതിലുള്ള 10,000 പേജറുകൾ ഒന്നിച്ച് വാങ്ങാനുള്ള കരാറായി. അതിനുള്ള ഓർഡർ നൽകി. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ആ പേജറുകൾ ഹിസ്ബുള്ളയുടെ പക്കലെത്തി.
പക്ഷേ ഇവിടെയായിരുന്നു മൊസാദിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം ഫലം കണ്ടത്. ഈ പേജറുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിൽ മൊസാദിൻ്റെ ചാരന്മാർ ജോലിക്കാരായി എത്തി. നിർമ്മിക്കുന്ന ഓരോ പേജറിനുള്ളിലും വളരെ ചെറിയ മൈന്യൂട്ട് അളവിൽ സ്ഫോടക വസ്തുക്കൾ അവർ നിറച്ചു. അതേസമയം പൊട്ടിത്തെറിച്ചാൽ ഉഗ്ര സ്ഫോടക ശേഷിയുള്ളതായിരുന്നു ആ സ്ഫോടക വസ്തുക്കൾ. ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകളാണ് അവർ നിർമ്മിച്ച് ഹിസ്ബുള്ളയ്ക്ക് നൽകിയത്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പൊട്ടിത്തെറിക്കുന്നതായിരുന്നില്ല ആ പേജറിനുള്ളിലെ ആ സ്ഫോടക വസ്തുക്കൾ. മറിച്ച് മൊസാദ് അവരുടെ രഹസ്യ കേന്ദ്രത്തിലിരുന്ന് ചില റേഡിയോ സന്ദേശങ്ങൾ അയക്കുകയും അവ ഈ പേജറുകളിലേക്ക് എത്തുകയും തുടർന്ന് പേജർ അമിതമായി ചൂടാവുകയും ചില കോഡുകൾ വരുമ്പോൾ ഒടുവിൽ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇത് സജ്ജീകരിച്ചിരുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ദിവസം തെരുവുകളിൽ ആയിരക്കണക്കിന് പേജറുകൾ ഹിസ്ബുള്ള ഏജന്റുമാരുടെ പക്കൽ നിന്ന് പൊട്ടിത്തെറിച്ചു. തെരുവുകൾ ചോരക്കളങ്ങളായി. ഭയന്ന് വിറച്ച ഹിസ്ബുള്ള ഏജന്റുമാർ പേജറുകൾ വലിച്ചെറിഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഈ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള ഏജന്റുമാരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ മറ്റ് ഒരു സ്ഫോടനം കൂടി ഉണ്ടായി. അത് വോക്കി ടോക്കികളാണ്. പേജറിനൊപ്പം ഹിസ്ബുള്ള ഏജന്റുമാർ ഉപയോഗിച്ചിരുന്ന വോക്കി ടോക്കികൾ. തെരുവിൽ നൂറുകണക്കിന് ആളുകൾ കണ്ടു നിൽക്കെ ചില ആളുകൾ പേജർ പൊട്ടിത്തെറിച്ച് ചില ആളുകളുടെ ശരീരം തന്നെ ഛന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ. ആയിരക്കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നൂറുകണക്കിന് ഹിസ്ബുള്ള ഏജന്റുമാർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ഹിസ്ബുള്ള ആകെ ഭയപ്പാടിലായി. അവസാനം ഫാനും ബൾബും പോലും ഉപയോഗിക്കാൻ ഹിസ്ബുള്ള ഏജന്റുമാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് മാനസികമായി ഹിസ്ബുള്ളയെ തളർത്തി. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ഹിസ്ബുള്ളയ്ക്ക് മേലുള്ള ആദ്യ വിജയം. പിന്നാലെ ചറപറ ആക്രമണമായിരുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത്. ഒടുവിൽ ബെയ്റൂട്ടിൽ വെച്ച് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി. അങ്ങനെ ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഇസ്രായേലി സേന മാസങ്ങൾക്കുള്ളിൽ വധിച്ചു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിൻ്റെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിൻ്റെ തുടക്കമെന്നത് ഈ പേജർ സ്ഫോടനമായിരുന്നു. ആ പേജർ സ്ഫോടനത്തിലൂടെ മാനസികമായി നേടിയ മേൽക്കോയ്മയായിരുന്നു നിഷ്പ്രയാസം ഹിസ്ബുള്ളയെ തീർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞത്. ആ പേജർ സ്ഫോടനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമ്മാനമാണ് തൻ്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിന് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൗസിലെത്തുന്ന ആദ്യത്തെ അതിഥിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും സമ്മോഹനമായ ആ സമ്മാനം നെതന്യാഹു ട്രംപിന് കൈമാറിയത്. പകരമായി തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ എത്രയും സ്നേഹം നിറഞ്ഞ ബിബിക്ക് എന്ന മുഖവുരയോടുകൂടി അടിക്കുറിപ്പോടുകൂടി അദ്ദേഹം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം ബെഞ്ചമിൻ നെതന്യാഹുവിന് സമ്മാനിക്കുകയും ചെയ്തു.